1937 സമീപ പ്രദേശത്തുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർ കൂടി ചേർന്ന് നമുക്കൊരു ലൈബ്രറി തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ദേശഭൂഷണി ലൈബ്രറിയുടെ ഒരു ഉദ്ഭവം. അതിനുശേഷം ഓരോരോ ഘട്ടത്തിലും ഓരോരോ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. കലാസമിതികൾ വന്നു, സാഹിത്യ സമിതികൾ വന്നു. പാലക്ക നായരും കുഞ്ഞാണ്ടിയേട്ടനും ഒക്കെ ഇവിടുന്ന് നാടകത്തിൽ അഭിനയിച്ച് വളർന്ന ആളുകളാണ്. 58,000 പുസ്തകങ്ങളുണ്ട്. ഈ മിക്ക പുസ്തകങ്ങളും ഒരു പ്രിൻ്റ് മാത്രം വന്നതാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ പുസ്തകം സൂക്ഷിക്കുക എന്നുള്ളത് ഒരു വലിയ കടമയായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതുതന്നെയാണ് ഞങ്ങളെ കാരണന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. അതാണ് ദേശഭൂഷണിൻ്റെ വിജയവും. 90ാം വാർഷികം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അടുത്ത വർഷം. അപ്പോൾ അതിനിടയ്ക്കുള്ള വളർച്ച എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ സാംസ്കാരിക ചരിത്രം തന്നെ മാറ്റിമറിച്ച വായിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം. കാരണം എന്തു വായിക്കുന്നു എന്നുള്ളതല്ല, വായിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വായന തന്നെയാണ് വളരെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതും നിങ്ങളെ ദുഃഖിപ്പിക്കുന്നതും നിങ്ങളെ ചിന്തിപ്പിക്കുന്നതും. എത്ര പ്രായമായാലും ശരി വായന ഉപേക്ഷിക്കരുത്, വായിച്ചുകൊണ്ടേയിരിക്കുക.